പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മീഡിയ അറബിക്കിലെ ഒന്നാമത്തെ ബ്ലോക്കിലെ രണ്ടാമത്തെ യൂണിറ്റ് തതവ്വുർ തബാഅത്തി ഫിൽ ആലമിൽ അറബി, അറബി ലോകത്തിലെ അച്ചടിയുടെ വികസനം എന്ന യൂണിറ്റാണ്. റീക്യാപ്പ്, ഒബ്ജക്റ്റീവ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ആലത്ത് ഓത്തംബർഗ്, ആലത്തുൽ ഖവാലിബി യദവിയ, തസ്നീഉ ഹുറൂഫി തബാഅത്തിൽ മംലക്കത്തിൻ ബിശക്ലിൻ സരീഇൻ വദഖീഖിൻ. ഗുട്ടൻബർഗിൻ്റെ യന്ത്രം, മാനുവൽ മോൾഡ് മെഷീൻ, വേഗത്തിലും കൃത്യതയിലും അച്ചടി സാധ്യമാക്കി. അസ്റുൻ നഹ്ളത്തി ഫി ഉറൂബ സാദത്തിൽ ഹാജത്തു ലിത്തബാഅത്തി, യൂറോപ്പിലെ നവോത്ഥാന കാലഘട്ടം അച്ചടിക്കുള്ള ആവശ്യം വർദ്ധിച്ചു. നബീൽ ഇൻജിലീസി ആലത്ത് തബാഅത്തിൻ കാമിലിൻ മിൻ ഹദീദിൻ 1800. ഇംഗ്ലീഷ് മെഷീൻ, പൂർണ്ണമായി ഇരുമ്പ് അച്ചടി യന്ത്രം 1800. ആലത്ത് തബാഅത്തിൻ ബിൽ ബഖാർ സുർഅത്തു തബാഅ 1811. സ്റ്റീം പ്രിന്റിംഗ് മെഷീൻ, അച്ചടി വേഗത 1811. 1826 ആലത്ത് തസ്വീർ സൗത്തി 1826 ഫോട്ടോഗ്രാഫി മെഷീൻ, ലോഇ ആണ്. ആലത്ത് തസ്വീർ ലോഇ. ഫോട്ടോഗ്രാഫി മെഷീൻ 1826. 1855 അത്ബാഅത്തു സഫായിഹ് ലൗഇയ്യത്തി അദസ് ഇല തബാഅത്തിൽ ഓഫ്സെറ്റ്. 1855 ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് പ്രിന്റിംഗ് ഓഫ്സെറ്റ് പ്രിന്റിലേക്ക് നയിച്ചു. ഫി അമേരിക്ക ആലത്ത് തബാഅത്തിൻ ദവാറത്ത് in 1846. 1846 അമേരിക്കയിൽ റോട്ടറി പ്രിന്റിംഗ് മെഷീൻ. വില്യം വെള്ളക്ക് ആലത്ത് തബാഅത്ത് സഹഫ്, ന്യൂസ് പേപ്പർ പ്രിന്റിംഗ് മെഷീൻ. 1884 ലിനോടൈപ്പ്. ഫിൽ ഖർനിൽ ഹാദി വൽ അശ്രീൻ അത്തബാഅത്ത് സലാസിയത്തുൽ അബആദ്. 21ാം നൂറ്റാണ്ടിൽ 3D പ്രിന്റിംഗ്. അവൽ മത്ബഅത്തിൻ അറബിയ ദീറുൽ ഖസീഹ ലബനാൻ 1601. അറബിയിലെ ആദ്യ അച്ചടിശാല ദീർ ഖസീഹ ലബനാൻ 1601. ഇഹ്തിലാലു നാബിലിയൂൻ മിസ്ർ അൻഷാ മതാബിഉൻ അദീദ. നെപ്പോളിയന്റെ ഈജിപ്റ്റ് അധിനിവേശം നിരവധി അച്ചടിശാലകൾ സ്ഥാപിക്കപ്പെട്ടു. മുഹമ്മദ് അലി ബാഷ അസ്സസ عديدا من المدارس والكليات للتعليم العسكري والطبي واللغوي والصيدلاني مطابع خاصة. മുഹമ്മദ് അലി ബാഷ സൈനിക, നിയമ, വൈദ്യ, ഫാർമസ്യൂട്ടിക്കൽ വിദ്യാഭ്യാസത്തിനായി നിരവധി സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചു. മത്ബഅത്ത് ബൂലാഖ്. പിന്നെ സ്വകാര്യ അച്ചടിശാലകൾ, മുതാബഅത്തുൻ ഖാസ. അടുത്തത് മത്ബഅത്ത് ബൂലാഖ്, തബഅത്തുൽ കുതുബിൽ അദബിൽ അറബിൽ ക്ലാസിക്കി, അത്തർജുമാത്തുൽ ഫാരിസിയ്യത്തി ഇലൽ അറബിയ, കുതുബുൻ അസ്കരിയ. ബൂലാഖ് പ്രിന്റിംഗ് പ്രസ്, ക്ലാസിക്കൽ അറബി സാഹിത്യ പുസ്തകങ്ങളെ അച്ചടി, പേർഷ്യൻ ഭാഷയിൽ നിന്നുള്ള തർജ്ജമകൾ അറബിയിലേക്ക്, സൈനിക പുസ്തകങ്ങൾ. മത്ബഅത്ത് ബൂലാഖ് സഹീഫത്തൈനി മജില്ലത്തുൽ ഖദിയവി വൽ വാഖിഅൽ മിസ്രിയ. ബുലാക്ക് പ്രിന്റിംഗ് പ്രസ്, 2 പത്രങ്ങൾ.
ഹെഡിവേൽ ഗസറ്റും ഈജിപ്ഷ്യൻ യാഥാർത്ഥ്യവും. ഈജിപ്ഷ്യൻ റിയാലിറ്റി. അടുത്തത് അസ്മാഉ മത്ബഅത്ത് ബുലാഖ് അൽ മത്ബഅത്തുൽ അംരിയ മത്ബഅത്തു സാഹിബ് സആദ ദാറു തബഅ. ബുലാഖ് പ്രിന്റിംഗ് പ്രസിന്റെ പേരുകൾ: അൽ അമീരിയ പ്രസ്, പ്രിന്റിംഗ് പ്രസ് ഓഫ് മൗലാന സാഹിബ് സആദ, ദാറു തബഅ. അൽ ഖദവിയ്യ തൗഫീഖ് തഅമീമു മത്ബഅത്ത് ബുലാഖ് മത്ബഅത്തുൽ ബുലാഖുൽ അംരിയ. 1880 അൽ ഖദവി തൗഫീഖ്. ബുലാഖ് പ്രിന്റിംഗ് പ്രസ് ദേശസാൽക്കരിച്ചു. അൽ അമീരിയ ബുലാഖ് പ്രസ്. അടുത്തത് അൽ മത്താബിഅല്ലത്തി അൻഷാ മുഹമ്മദ് അലി. മുഹമ്മദ് അലി സ്ഥാപിച്ചതായ പ്രസ്സുകൾ: ലബനാൻ, ദീർ ഖസീഹ, അൽ മവാറന, അൻഷാത്താത്ത് തബ്ശീരിയത്തി, അൽ കാസൂലിക്കത്തി, അബ്ദുള്ള സാഖിർ, കിതാബുൽ മീസാൻ. ലബനാൻ, ദീർ ഖറഹിയ, പിന്നെ അൽ മൊറോന, കത്തോലിക്ക മിഷണറി പ്രവർത്തനങ്ങൾ, അബ്ദുള്ള സാഖിർ, കിതാബ് അൽ മീസാൻ. അടുത്തത് മത്ബഅത്തുൽ അംരിയ അൽ മുബശ്ശിരീൻ അൽ ബുറൂത്തിസ് താനത്ത് അൽ അമരീകീൻ. അമേരിക്കൻ പ്രസ്, അമേരിക്കൻ പ്രൊട്ടസ്റ്റന്റ് മിഷണറിമാർ. റോമ അൽ മത്ബഅത്തുൽ കാതോലിക്കിയ അൽ അഫ്കാറുൽ കാതോലിക്കിയ. റോം കത്തോലിക്ക പ്രസ്, കത്തോലിക്ക ആശയങ്ങൾ. ലബനാൻ സാനി അക്ബർ മർക്കസിൻ നുഷറഫി ഷിർഖിൽ ഔസത്ത്. ലബനൻ മിഡിൽ ഈസ്റ്റിലെ രണ്ടാമത്തെ വലിയ പ്രസിദ്ധീകരണ കേന്ദ്രം. അൽ ഇറാഖ് അൽ മത്ബഅത്തുൽ ആബാഇ അദ്ദുമുയുനിക്കാൻ അർ-റഹ്ബാനി ദുമിനിക്കാൻ. 8 മത്ബഅത്തുർ റസ്മിയ 1646 മത്ബഅത്തു ഖാസ. ഇറാഖ് ഡൊമിനിക്കൻ ഫാദേഴ്സ് പ്രസ്, ഡൊമിനിക്കൻ സന്യാസിമാർ. 8 ഔദ്യോഗിക പ്രസ്സുകളും 146 സ്വകാര്യ പ്രസ്സുകളും. സൂരിയ അബ്ദുള്ള സാഖിർ 10 കുതുബ് ഫി ഹൽബ്. സിറിയ അബ്ദുള്ള സാഖിർ അലപ്പോയിൽ 10 പുസ്തകങ്ങൾ. In 1857 അൽ മവാറന മത്ബഅത്തു ഹൽബിൽ മാറൂനിയ. 857 അൽ മാറൂന ആലപ്പോ മാനനൈറ്റ് പ്രസ്. അടുത്ത 1864 in 1864 മത്ബഅത്തു വിലായത്ത് സൂരിയ അൽ ജരീദത്ത് സൂരിയ. സിറിയൻ വിലായത്ത് പ്രസ് അൽ ജരീദ സൂരിയ, ദ സിറിയൻ ഗസറ്റ്. അടുത്തത് എന്താണ്? മത്ബഅത്തു ജരീദത്തുൽ ഫറാത്ത്, അവ്വൽ മത്ബഅത്തിൻ ഇൽമാനിയത്തിൻ ഖാസത്തൻ ഫി സൂരിയ. അൽ ഫുറാത്ത് പ്രസ്, സിറിയയിലെ ആദ്യത്തെ സ്വകാര്യ ജർമ്മൻ അച്ചടിശാല. അൽ മത്ബഅത്തുൽ ഇത്തിസാഫ് തബഅത്തുൽ കുതുബുൽ അദബിയ്യ വൽ ഇൽമിയ്യ. അൽ ഇൻസാഫ് പ്രസ്, സാഹിത്യ ശാസ്ത്ര പുസ്തകങ്ങളുടെ അച്ചടി. അൽ കുവൈത്ത് അൽ മത്ബഅത്തുൽ മആരിഫ് in 1947. കുവൈറ്റ് അൽ മആരിഫ് പ്രസ് 1947. അൽ അർദൻ 1909 ജരീദത്തുൽ അർദൻ അൽ മത്ബഅത്തുൽ വതനിയ. ജോർദാൻ 1909 ജോർദാൻ പത്രം. അൽ മംലക്കത്തുൽ അറബിയ്യത്ത് സൗദിയ അൽ മത്ബഅത്തുൽ അംരിയ
1884 സഹീഫത്തുൽ ഹിജാസ്. സൗദി അറേബ്യ അൽ മത്ബഅ അൽ അമീരിയ 1884 അൽ ഹിജാസ് പത്രം. ഇനി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, മാഹിയ അവ്വലു മത്ബഅത്തിൻ അറബിയ്യത്തുൻ ഫിൽ ആലമിൽ അറബി. അറബ് ലോകത്തെ ആദ്യത്തെ അച്ചടിശാല ഏതാണ്? ആൻസർ ദീസ് ഖസീഹ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മിക്ക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ചോദ്യമാണ്. ദീർ ഖസീഹ. രണ്ടാമത്തെ ചോദ്യം, ഐന ലഹറത്ത് അവ്വലു മത്ബഅത്തിൻ അറബിയ്യത്തിൻ ഫിൽ ആലമിൽ അറബി. അറബ് ലോകത്ത് ആദ്യത്തെ അച്ചടിശാല എവിടെയാണ്? ആൻസർ ലബനാൻ. മൂന്നാമത്തെ ചോദ്യം, ലിമാദ അഹ്ലറ നാബിലിയൂൻ ആലത്ത തബഅത്തി ഇലാ മിസ്ർ. നെപ്പോളിയൻ എന്തുകൊണ്ടാണ് ഈജിപ്തിലേക്ക് അച്ചടി യന്ത്രം കൊണ്ടുവന്നത്? ആൻസർ അൽ മഖാദിസ് സിയാസിയ വൽ ഇഖ്തിസാദിയ. രാഷ്ട്രീയവും സാമ്പത്തികവുമായ ലക്ഷ്യങ്ങൾ. നാലാമത്തെ ചോദ്യം, ഫി അയ്യി മജാലിൻ അസ്സസ മുഹമ്മദൻ അല മദാരിസി വൽ കുല്ലിയാത്തി ലിത്തഅലീം. മുഹമ്മദ് അലി ഏത് മേഖലയിലാണ് വിദ്യാഭ്യാസത്തിൻ്റെ സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചത്? ആൻസർ അസ്കരി വത്തുബ്ബി വല്ലുഗ്വി വസ്സൈദലാനി. സൈനികം, വൈദ്യശാസ്ത്രം, ഭാഷാശാസ്ത്രം, ഫാർമസി. അഞ്ചാമത്തെ ചോദ്യം, മാഹിയ അഷ്ഹർ മത്ബഅത്തിൻ അസ്സസഹ മുഹമ്മദ് അലി ഫി മിസ്ർ. മുഹമ്മദ് അലി സ്ഥാപിച്ച ഏറ്റവും പ്രശസ്തമായ അച്ചടിശാല ഏതാണ്? മിസ്റിൽ സ്ഥാപിച്ച ഏറ്റവും പ്രസിദ്ധമായ അച്ചടിശാല ഏതാണ്? ആൻസർ മത്ബഅത്ത് ബൂലാഖ് പ്രസ്. ആറാമത്തെ ചോദ്യം, മാഹിയ അൻവാഉൽ മത്ബൂഅത്തില്ലത്തി നസറത്ത് ഫി മത്ബഅത്തി ബൂലാഖ്. ബൂലാഖ് പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണങ്ങളുടെ തരങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ കുത്തുബുൽ അദബിൽ അറബിയൽ ക്ലാസിക്കി വ കുത്തുബി തർജുമാത്തിൽ ഫാരിസി ഇലൽ അറബിയ വ കുത്തുബുൽ ഖുത്തത്തിൽ അസ്കരിയ. ക്ലാസിക്കൽ അറബിക് സാഹിത്യകൃതികൾ, പേർഷ്യൻ കൃതികളുടെ അറബിയിലേക്കുള്ള വിവർത്തനങ്ങൾ, സൈനിക തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഏഴാമത്തെ ചോദ്യം, ബി അയ്യി അസ്മാഇൻ ഉരിഫത്ത് മത്ബഅത്ത് ബൂലാഖ്. ബൂലാഖ് പ്രസ് ഏത് നാമത്തിലാണ് അറിയപ്പെട്ടത്? ആൻസർ അൽ മത്ബഅത്തുൽ അംരിയ, മത്ബഅത്ത് സാഹിബ് സഅദ, ദാറു തബഅ, മത്ബഅത്ത് ബൂലാഖ് സിന്നിയ, മത്ബഅത്തുൽ ബൂലാഖ് അൽ അംരിയ. എട്ടാമത്തെ ചോദ്യം, മാഹിയ അസ്ഹഫുല്ലത്തി നശറത്ത് മത്ബഅത്ത് ബൂലാഖ്. ബൂലാഖ് പ്രസ് പ്രസിദ്ധീകരിച്ച പത്രങ്ങൾ ഏവ? ആൻസർ മജല്ലത്തു ഖദൈബി വൽ വാഖിഅൽ മിസ്രിയ. ഒമ്പതാമത്തെ ചോദ്യം, മാഹിയ സഹഫുല്ലത്തി ലഹ അസറുൻ തഅസീറുൻ ഫി മിസ്ർ വല്ലത്തി ലാ തസാലു ഖയ്ദ് നശ്രി ഹത്തൽ ആൻ. ഈജിപ്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുകയും ഇപ്പോഴും പ്രസിദ്ധീകരണം തുടരുകയും ചെയ്യുന്ന പത്രം ഏതാണ്? ആൻസർ വഖാഇൽ മിസ്രി. പത്താമത്തെ ചോദ്യം, മത്താ തമ്മത്ത് മിൽക്കിയത്തുൽ മത്ബഅത്തി ബൂലാഖ്. ബൂലാഖ് പ്രസിന്റെ ഉടമസ്ഥത എപ്പോഴാണ് കൈമാറ്റം ചെയ്യപ്പെട്ടത്, പൂർത്തിയാക്കപ്പെട്ടത്? ആൻസർ ഫി അഹദിൽ ഖദയവി ഇസ്മായിലിന്റെ കാലഘട്ടത്തിൽ. 11ാമത്തെ ചോദ്യം, മൻ ഖാമ ബി തഹ്ദീസിൽ ആലാത്തി തബഅത്തി വസ്തിബ്ദാലി മക്ബസിൽ യദവി ബിൽ മക്ബസിൽ ബുഖാരി. ആരാണ് അച്ചടി യന്ത്രങ്ങൾ നവീകരിക്കുകയും മാനുവൽ പ്രസ്സിന് പകരം സ്റ്റീം പ്രസ് സ്ഥാപിക്കുകയും ചെയ്തത്? അൽ ഖദവി ഇസ്മായിൽ. ആൻസർ. 12ാമത്തെ ചോദ്യം, മത്താ തമ്മ തഅമീമു മത്ബഅത്തി ബൂലാഖ് ഫി മിസ്ർ. ഈജിപ്തിൽ ബൂലാഖ് പ്രസ് എപ്പോഴാണ് ദേശസാൽക്കരിക്കപ്പെട്ടത് എപ്പോഴാണ്?
ആൻസർ ഇൻ 1880 1880. 11ാമത്തെ ചോദ്യം من قام بتحديث الآلات الطباعة واستبدال المكبس اليدوي بالمكبس البخاري. സോറി. 13ാമത്തെ ചോദ്യം മൻ ഖാമ ബിതഅമീമിൽ മതാബിഇ ബുലാഖ്. ആരാണ് ബുലാഖ് പ്രസ് ദേശാത്സരിക്കപ്പെട്ടത്? ആൻസർ അൽ ഖദവി തൗഫീഖ്. 14ാമത്തെ ചോദ്യം ഉദ്കുർ ബഅദൽ മതാബിഇ അല്ലതി അൻശഅഹ മുഹമ്മദ് അലി ഫി മിസ്ർ. മുഹമ്മദ് അലി മിസ്റിൽ സ്ഥാപിച്ചതായ ചില പ്രസ്സുകൾ പറയുക. ആൻസർ മത്ബഅത്തു ഫി ഖുദിയത്തി ബി അബി സഅബൽ അൽ മത്ബഅത്തുൽ അസ്ഖരിയ മത്ബഅത്തുൽ ദീവാനുൽ ഖദിയവി അൽ മത്ബഅത്തുൽ ഖിൽഅ മത്ബഅത്തു റഅസുദ്ദീൻ അൽ മത്ബഅത്തുൽ ഫറൻസിയ അൽ മത്ബഅത്തു അഹ്ലിയത്തുൽ ഖിബ്തിയ. അടുത്ത 15ാമത്തെ ചോദ്യം ഉദ്കുർ ബഅദൽ മതാബിഇൽ ഹുകൂമിയത്തി വൽ ഖാസത്തി ഫിൽ മിസ്ർ. ഈജിപ്തിലെ ചില സർക്കാർ സ്വകാര്യ അച്ചടിശാലകൾ ഏതൊക്കെയാണെന്ന് പറയുക. ആൻസർ അൽ മത്ബഅത്തുൽ ഖാഹിറ അൽ മത്ബഅത്തുൽ ഹൈഅത്തുൽ ബരീദിയ അൽ മത്ബഅത്തു ഖിസ്മുൽ മസാഹ ദാറുൽ ഖൂമിയത്തിൽ തബഅത്തി വൻ നസ്ർ ദാറുൽ ഹിലാൽ ദാറുൽ മആരിഫ്. 16ാമത്തെ ചോദ്യം കൈഫ ലഹറത്ത് തബഅത്ത് ഫിൽ ലബനാൻ. എപ്പോഴാണ് ലബനാനിൽ അച്ചടി പ്രത്യക്ഷപ്പെട്ടത്? 16 ഹിലാലു അൻഷിദാത്ത് തബ്ശീരിയത്തിൽ കാതോലിക്ക. ഹിലാലു അൻഷിദാത്ത് തബ്ശീരിയത്തിൽ കാതോലിക്കിയ. 17ാമത്തെ ചോദ്യം മത്താ തബഅ അവ്വലു തബഅത്തിൻ അറബിയ്യത്തിൻ ഫി ലബനാൻ. ലബനാനിൽ ആദ്യത്തെ അറബി അച്ചടിശാല സ്ഥാപിക്കപ്പെട്ടത് എപ്പോൾ? അച്ചടി നടന്നത് എപ്പോൾ? ആൻസർ ഇൻ 1734 1734. 18ാമത്തെ ചോദ്യം മാഹു അവലു കിതാബിൻ തുബിഅ ഫി ലബനാൻ വമൻ തബഅഹു. ലബനാനിൽ അച്ചടിച്ച ആദ്യത്തെ പുസ്തകം ഏതാണ്? ആരാണ് അത് അച്ചടിച്ചത്? ആൻസർ കിതാബുൽ മീസാൻ ആണ്. അച്ചടിച്ചത് അബ്ദുല്ലാഹി സാഖിറാണ്. 19ാമത്തെ ചോദ്യം കൈഫ അസ്ബഹ ലബനാൻ അസാനി അക്ബർ മർക്കസിൻ നസറ ഫി ശർഖിൽ ഔസത്ത്. മിഡ് ഈസ്റ്റിലെ രണ്ടാമത്തെ വലിയ പ്രസിദ്ധീകരണ കേന്ദ്രമായി ലബനാൻ എങ്ങനെ മാറി? ആൻസർ ബിസബബി ളുറൂഫിഹി സയാസിയ വഅസ്ലതിഹി ജഗ്റാഫിയ. രാഷ്ട്രീയ സാഹചര്യങ്ങളും അതിൻ്റെ ഭൗമശാസ്ത്രപരമായ ഒറ്റപ്പെടലും കാരണം. ഡ്യൂ ടു പൊളിറ്റിക്കൽ കണ്ടീഷൻസ് ആൻഡ് ഇറ്റ്സ് ജിയോഗ്രാഫിക്കൽ സൊല്യൂഷൻ. 19ാമത്തെ ചോദ്യം മാറിപ്പോയി. 19ാമത്തെ ചോദ്യം കൈഫ അസ്ബഹ ലബനാൻ സാനി അക്ബർ മർക്കസിൻ നസ്റിൻ ഫി ശർഖിൽ ഔസത്ത്. വായിച്ചു. 20ാമത്തെ ചോദ്യമാണ് മാഹിയൽ മജില്ലത്തുല്ലത്തി തസ്തുറുൽ ഇത്തിഹാദ് നാശിരീന ഫി ലബനാൻ ലത്തി തതനാവലു അലാ അഹ്ദാസിൻ തഖ്നിയാത്തി തബാഅ. അച്ചടി സാങ്കേതിക വിദ്യയിൽ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ലബനാനിലെ പ്രസാധക യൂണിയന്റെ മാഗസിൻ ഏതാണ്? ആൻസർ മജില്ലത്തു തബാഅ, ജേണൽ ഓഫ് പ്രിന്റിംഗ്. 21ാമത്തെ ചോദ്യം ലിമാദാ തഅഖറ നശാത്ത് തബാഅത്തുൻ ഫിൽ ഇറാഖ്. ഇറാഖിലെ അച്ചടി പ്രവർത്തനങ്ങൾ വൈകാൻ കാരണമെന്താണ്? അതിൻ്റെ ആൻസറാണ് ബിസബബി ളുറൂഫിഹി സയാസിയ വഅസ്ലതിഹി ജഗ്റാഫിയ. രാഷ്ട്രീയ സാഹചര്യങ്ങളും അതിൻ്റെ ഭൗമശാസ്ത്രമായ ഒറ്റപ്പെടലും കാരണം.
22ാമത്തെ ചോദ്യം മാഹിയ അവ്വലു മത്ബഅത്തിൻ ഫിൽ ഇറാഖ് മൻ അസ്സസഹ. ഇറാഖിലെ ഒന്നാമത്തെ പ്രസ് ഏതാണ്? ആരാണ് അത് സ്ഥാപിച്ചത്? ആൻസർ അൽ മത്ബഅത്തുൽ ആബാഇ ദൂമൂനിയിക്കാൻ അസ്സസഹ അർ റഹ്ബാനു അദൂമൂനിയിക്കാൻ. മത്ബഅത്തുൽ ആബാഇ ദൂമൂനിയിക്കാനാണ് ഇറാഖിലെ ആദ്യത്തെ പ്രസ് സ്ഥാപിച്ചത്. അർ റഹ്ബാൻ ദൂമൂനിയിക്കാനാണ് സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം 21ാമത്തെ ചോദ്യം മാഹിയ അവ്വലു മത്ബഅത്തിൻ ഫി സൂരിയ മൻ അസ്സസഹ. സിറിയയിലെ ഒന്നാമത്തെ പ്രസ് ഏതാണ്? ആരാണ് അത് സ്ഥാപിച്ചത്? ആൻസർ മത്ബഅത്തു ഹൽബിൽ മാറൂനിയ അൽ മവാറന. ഡൊമിനിക്കൻ പിതാക്കന്മാരുടെ പ്രസ് ഡൊമിനിക്കൻ സന്യാസിമാർ സ്ഥാപിച്ചത്. 23ാമത്തത് മത്ബഅത്തു ഹൽബിൽ അൽ മാറൂനിയ അൽ മവാറന. അലപ്പോയിലെ മാരോനൈറ്റ്, അതേപോലെ മേൽക്കൈറ്റ് പ്രസ്സുകൾ. 24ാമത്തെ ചോദ്യം മാഹിയ അവ്വലു മത്ബഅത്തി ഇൽമാനിയത്തിൻ ഖാസത്തൻ ഫി സൂരിയ. സിറിയയിലെ ആദ്യത്തെ സ്വകാര്യ ജർമ്മൻ അച്ചടിശാല ഏതാണ്? ആൻസർ മത്ബഅത്ത് ജിരിയത്തുൽ ഫറാസ്. ജിരിയത്തുൽ ഫറാസ് ആണ് ആദ്യത്തെ ജർമ്മനിൽ അടിച്ച ആദ്യത്തെ സിറിയയിലെ ആദ്യത്തെ സ്വകാര്യ ജർമ്മൻ അച്ചടിശാല. 25ാമത്തെ ചോദ്യം മാഹിയ അവ്വലു മത്ബഅത്തിൻ ഉസ്സിസത്ത് ഫിൽ കുവൈത്ത്. കുവൈത്തിൽ സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ അച്ചടിശാല ഏത്? ആൻസർ മത്ബഅത്തുൽ മആരിഫ് ഇൻ 1947. 1947 സ്ഥാപിതമായ മത്ബഅത്തുൽ മആരിഫ് ആണ് കുവൈറ്റിലെ ആദ്യത്തെ സ്ഥാപിക്കപ്പെട്ട പ്രസ്. 26ാമത്തെ ചോദ്യം മത്താ തഅസ്സസത്ത് അവ്വലു മത്ബഅത്തിൻ ഫിൽ അർദൻ. ജോർദാനിലെ സ്ഥാപിതമായ ഒന്നാമത്തെ പ്രസ് എപ്പോഴാണ് സ്ഥാപിതമായത്? ജോർദാനിലെ ആദ്യത്തെ പ്രസ് എപ്പോഴാണ് സ്ഥാപിതമായത്? 1909. 27ാമത്തെ ചോദ്യം മാഹുവ ഇസ്മു അവ്വലു മത്ബഅത്തിൻ ഉസ്സിസത്ത് ഫിൽ മംലക്കത്തുൽ അറബിയ്യത്തി സഊദിയ. സൗദി അറേബ്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ അച്ചടിശാലയുടെ പേര് എന്താണ്? ആൻസർ അൽ മത്ബഅത്തുൽ അമീരിയ. അൽ അമീരിയ പ്രസ്സാണ് സൗദി അറേബ്യയിൽ സ്ഥാപിതമായത്. 28ാമത്തെ ചോദ്യം മത്താ ബദഅ ഫി തബഅത്തി ഫി ഉറൂബ. യൂറോപ്പിൽ അച്ചടിക്കല എപ്പോഴാണ് ആരംഭിച്ചത്? ആൻസർ ഫി അസ്രിൽ ഇംബ്രാത്തൂരിയത്ത് റോമാനിയത്ത് ഹവാലെ ആം 1440. റോമ സാമ്രാജ്യകാലത്ത് ക്രിസ്തുവർഷം 1440 29ാമത്തെ ചോദ്യം ലിമാദ സാദത്തിൽ ഹാജത്തുൽ തബഅത്തിൻ ജദീദത്തിൻ വ ശരീഅത്തിൻ ഫി ഉറൂബ. യൂറോപ്പിൽ പുതിയതും വേഗതയേറിയതുമായ അച്ചടിയുടെ ആവശ്യം വർദ്ധിക്കാൻ കാരണം എന്താണ്? ആൻസർ ളുഹൂർ അസ്ർ നഹ്ലത്തി ഫി ഉറൂബ. യൂറോപ്പിൽ നവോത്ഥാന കാലത്തിന്റെ ഉദയം. 30ാമത്തെ ചോദ്യം മാ ഹുവൽ ഇഖ്തിറാഉ അല്ലദീ ഫതഹൽ മജാലു ഇലാ അദീദിൽ ഇഖ്തിറാഅത്തിൻ ഫി മജാലി തബാഅ. അച്ചടി രംഗത്ത് നിരവധി കണ്ടുപിടുത്തങ്ങൾക്ക് വഴിയൊരുക്കിയ കണ്ടുപിടുത്തം ഏതാണ്? ആൻസർ ആലത്ത് തസ്വീർ സൗത്തി. 31ാമത്തെ ചോദ്യം മാ ഹുവൽ ഇഖ്തിറാഉ അല്ലദീ മഹദ തരീഖു ഇല തബഅത്തിൽ ഓഫ്സെറ്റ് പ്രിന്റിങ്ങിന് അടിത്തറ പാകിയ കണ്ടുപിടുത്തം ഏതാണ്? ആൻസർ തബഅത്തുൽ സഫായിഹിൽ ലൗഇയ്യ. 32ാമത്തെ ചോദ്യം മത്താ ലഹറത്തി തബഅത്തുൽ
ഓഫ്സെറ്റ് പ്രിന്റിംഗ് എപ്പോഴാണ് പ്രത്യക്ഷപ്പെട്ടത്? നിഹായത്തു ഖർനി താസി അശർ, 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ. 33-ാമത്തെ ചോദ്യം, ഐന ലഹർത്ത് തബഅത്ത് ദവാറ, റോട്ടറി പ്രിന്റിംഗ് എവിടെയാണ് പ്രത്യക്ഷപ്പെട്ടത്? ആൻസർ ഫി അമേരിക്ക, അമേരിക്കയിൽ. 34-ാമത്തെ ചോദ്യം, മാതാ കാനത്ത് മീസത്ത് ഇഖ്തിറാഇ ലോലിയ ബുലൂക്ക്, വില്യം ബുല്ലോക്കിന്റെ കണ്ടുപിടുത്തത്തിന്റെ സവിശേഷത എന്തായിരുന്നു? ആൻസർ സിയാദത്തു സുർഅത്തി വൽ കഫാഅത്തി, വേഗത അധികരിപ്പിക്കൽ, അതേപോലെ മതിയാകുന്ന രീതി, കഫാഅത്ത് വർദ്ധിപ്പിക്കൽ, വേഗതയും കാര്യക്ഷമതയും വർദ്ധിപ്പിക്കൽ. 35-ാമത്തെ ചോദ്യം, മാ മഅന ലിനോതീബ്, ലിനോതീബിന്റെ അർത്ഥം എന്താണ്? ആൻസർ ഹിയ ഖത്അത്തുൻ മഅദിനിയ്യത്തുൻ തഹ്തവി അലൽ ഖവാലിബി മഅദിനിയ്യത്തുൻ തംസലു കുല്ല ഹുറൂഫിൽ മുസ്തഅമലത്തി മുനദ്ദിദത്തിൻ ബിജിവാരി ബഅദിഹ ബഅദൻ. പരസ്പരം അടുപ്പിച്ചു വെച്ചിരിക്കുന്ന എല്ലാ അക്ഷരങ്ങളും പ്രതികരിക്കുന്ന മെറ്റൽ അച്ചുകൾ ഉൾക്കൊള്ളുന്ന ഒരു ലോഹത്തുണ്ട്. ഇതാണ് മോണോടൈപ്പ് സംവിധാനം. 36-ാമത്തെ ചോദ്യം, മാഹിയ മയ്യിസത്തുൽ ഇഖ്തിറാ തൂൽബർത്ത് ലാൻസിത്തൂൽ, ടോളർട്ട് ലാൻസർ കണ്ടുപിടുത്തത്തിന്റെ പ്രത്യേകത എന്താണ്? ആൻസർ ജംഉ റസായിലിൽ മുസ്തഖില്ല തതകവ്വനു മിൻ വഹദതൈൻ റഈസതൈൻ ഹുമാ വഹദത്തുൽ ലൗഹത്തുൽ മഫാത്തിഹ് വ വഹദത്തു സബ്ബൽ ഹുറൂഫ്. വെവ്വേറെയുള്ള അക്ഷരങ്ങളെ ഒരുമിച്ച് ചേർക്കുന്നു. ഇതിന് 2 പ്രധാന ഭാഗങ്ങളുണ്ട്, കീബോർഡും യൂണിറ്റും കാസ്റ്റിംഗ് യൂണിറ്റും. അടുത്തത് 37-ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ബാഹുവ അഹ്ദസു തഖ്നിയാത്ത് തബഅത്തില്ലത്തി തമ്മ തത്വീറുഹ ആം 2003. 2003-ൽ വികസിപ്പിച്ചെടുത്ത ഏറ്റവും പുതിയ അച്ചടി സാങ്കേതിക വിദ്യ ഏതാണ്? ആൻസർ അത്തബഅത്തു സുലാസിയത്തുൽ അബ്ആദ്, 3D പ്രിന്റിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്.